സൂര്യഗണത്തിലേക്ക് സ്നേഹവന്ദനം. യേശു ഒരു കാര്യത്തിന് നമ്മളെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചോദിക്കുന്നവർക്കൊക്കെ സമൃദ്ധമായി നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുന്നില്ല? വൈ ഡോണ്ട് വി ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്? നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഘടകത്തിന് കുറേ കൂടി പ്രാമുഖ്യം ലഭിക്കേണ്ടതുണ്ട്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പഴയ നിയമത്തിൽ സലമോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത്, നിനക്ക് എന്തും ചോദിക്കാം, വേണമെങ്കിൽ അയാൾക്ക് എന്തും ആവശ്യപ്പെടാം. പടയോട്ടങ്ങൾക്ക് കുറിച്ചോ കീഴ്പ്പെടുത്തേണ്ട രാജ്യങ്ങളുടെ പട്ടികയോ ലഭിക്കേണ്ട ശേഖരിക്കേണ്ട സമ്പത്തിൻ്റെ അളവൊക്കെ പറയാമായിരുന്നു. പക്ഷെ പകരം ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെട്ടത് ജ്ഞാനത്തിന് വേണ്ടി മാത്രമാണ്. ദൈവം ആ പ്രാർത്ഥനയിൽ സംപ്രീതനായെന്നാണ് വേദപുസ്തകം പറയുന്നത്. ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവോടുള്ള പ്രാർത്ഥന. ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇനിയും സംഭവിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അടിമുടി ഉലച്ചു കളയുന്ന, ചവിട്ടി നിൽക്കുന്ന ഇടങ്ങളെ അടിമുടി മാറ്റുന്ന എന്തോ ഒന്ന്. അതാണ് പെന്തക്കോസ്ത. കുറേ പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഭൂമി ഉലുക്കുണ്ടായെന്ന് പറയുക. ചവിട്ടി നിൽക്കുന്ന മണ്ണ് മാറിപ്പോന്ന് വിളിക്കുന്ന വാക്കാണ് ഭൂമി ഉലുക്കം. അതിൻ്റെ അർത്ഥം വളരെ സ്റ്റഡിയായിട്ടുള്ള സ്ലോ ആയിട്ടുള്ള മാറ്റമൊന്നുമല്ല, സഡൻ ട്രാൻസ്ഫോർമേഷൻ. ജീവിതത്തിനകത്ത് ചിലപ്പോൾ അത്ര ചില നിമിഷങ്ങളുണ്ട്, വല്ലാത്ത അടിമുടി നമ്മൾ മാറുന്ന അവസ്ഥയുണ്ട്. അല്ലാതെ വളരെ സ്വാഭാവികമായിട്ടും സാധാരണയും അല്ലെങ്കിൽ ധാർമ്മിക മാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന എത്തിക്കലായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല. ഈ അടിമുടി മാറ്റം, ആ അടിമുടി മാറ്റത്തിന് ശേഷം ആ ചെറുപ്പക്കാർക്ക്, അവനിലേക്ക് എത്തിയ ഭീരുക്കളെന്നൊക്കെ കരുതപ്പെട്ട പാവപ്പെട്ടവരായ ആ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു? അത് വാസ്തവത്തിൽ ഏതൊരാൾക്കും കാക്ഷിക്കാവുന്ന ഒന്നാണ്. ഒരു 3 കാര്യങ്ങളെങ്കിലും സംഭവിച്ചായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. നമുക്കറിയാം, ഭീരുക്കളായിരുന്ന മനുഷ്യരായിരുന്നു ഇവർ. ഉയർപ്പിന് ശേഷം അവരൊരിക്കലും പുറത്ത് കണ്ടിട്ടില്ല. വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, എപ്പോഴൊക്കെ യേശു പ്രത്യക്ഷപ്പെട്ടോ അപ്പോഴൊക്കെ അവരിങ്ങനെ അടച്ചിട്ട മുറിക്കാതിരിക്കുകയായിരുന്നു. ഇങ്ങനെ വല്ലാതെ ഭയം, വല്ലാതെ ഫോബിയായിപ്പെട്ടു പോയ മനുഷ്യരാണ്. പുറംലോകത്തെ ഭയമാണ്. ഏറ്റവും വലിയ വെളിച്ചത്തെ പോലും കെടുത്താൻ കരുത്തുള്ള തിന്മ പുറത്ത് നിൽക്കുമ്പോൾ ചെറിയ മനുഷ്യരായ തങ്ങൾക്ക് അതിനെ അഭിമുഖീകരിക്കാനോ അതിജീവിക്കാനോ ബലമില്ലെന്ന് കരുതി ഒളിച്ചിരുന്ന മനുഷ്യർ. അത്തരം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു കാറ്റ് വീശിയ പിന്നെ സംഭവിച്ച ഒരു 3 സൂചനകൾ എനിക്ക് തോന്നുന്നു ഒരു ക്വാളിറ്റി എക്സിസ്റ്റൻസിൻ്റെ, ഒരു ഗുണപരമായ ജീവിതത്തിൻ്റെ സൂചനകളാണ്. ഒന്ന്, അവരുടെ ശിരസിന് മീതെ ഒരു തിരുനാളം എഴുതി നിന്നു. വെറുതെ ഒന്ന് കണ്ണുപൂട്ടി ആ ഒരു ഭാവന കൊണ്ടുവന്നാൽ നല്ലതാണ്. ശിരസിന് മുകളിൽ ഒരു തിരുനാളം നിൽക്കുന്നു. ഓരോരുത്തരുടെയും, കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെയും എൻ്റെ മീതെയും ഒക്കെ ഒരു തിരുനാളം ഉണ്ടാകുന്നു. ആ സെക്കൻഡ് പെട്ടെന്ന് നമ്മുടെ ജീവിതം ഒരു മെഴുതിരി കണക്കാവുകയാണ്. ശിരസിൽ തിരുനാളങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തെ വിളിക്കേണ്ട വാക്ക് ഒരു മെഴുതിരി ജീവിതം എന്നുള്ള. പതുക്കെ എരിഞ്ഞു പോകുമ്പോഴും വെളിച്ചം കൊടുത്തുകൊണ്ട് ഇല്ലാതെയാവുക. ഇതിനേക്കാൾ അർത്ഥപൂർണമായ എന്തൊരു ജീവിത സങ്കല്പമുണ്ട്? ഒരുപക്ഷെ പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ആ ക്രിസ്ത്യാനിറ്റിയിൽ മെഴുതിരി എങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അടയാളമായി മാറിയെന്ന്. ക്രിസ്തുവിനെ തന്നെ സിംബിളൈസ് ചെയ്യുന്ന ഒരു പ്രാചീന പ്രതീകമായിട്ട് എങ്ങനെ മാറിയെന്ന്. ശിരസിൽ ഇങ്ങനെ തിരുനാളങ്ങളുള്ള മനുഷ്യർ. നമുക്കറിയാം, ഇതിങ്ങനെ വലിയ മനുഷ്യരുടെ കഥയൊന്നുമല്ല. വളരെ പ്രകാശം കിട്ടിയ, വളരെ പഠിച്ച, വളരെ അറിവുള്ള, വളരെ യാത്ര ചെയ്ത മനുഷ്യർക്ക് മാത്രമൊന്നുമല്ല ഈ പ്രകാശം. വെറുതെ എങ്ങും പോകാത്ത സാധാരണക്കാരായ മനുഷ്യർ പോലും വെട്ടമാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അമ്മ മരിക്കുന്നു. ആ കുടിലിലെ അമ്മ കുറേ കാലമായിട്ട് തളർന്നു കിടക്കുക. എന്നിട്ട് ആ മരിച്ച അമ്മയെക്കുറിച്ച് അയാൾ എന്നോട് പറയുന്നത് ഇപ്രകാരമാണ്: അമ്മ പോയപ്പോൾ ഈ കുടിലിൻ്റെ വെട്ടം കെട്ടുപോയി. മനുഷ്യർ തിരുനാളങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ആ വാക്കിൻ്റെ സൂചന നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. ആ മരപ്പണിക്കാരൻ കട്ടമരത്തിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇങ്ങനെ ഭൂമിയുടെ പ്രകാശമായി മാറാൻ കെൽപ്പുള്ള സ്വയം മെഴുതിരിതാളങ്ങളായിട്ട് പരാവർത്തനം ചെയ്യപ്പെട്ട കുറേ മനുഷ്യർ, അവർ എല്ലാവരിലും ഉണ്ട് അംശം. അവർക്കൊന്നുണ്ട് ടി പത്മനാഭൻ്റെ ഒരു കുറിപ്പ്: എന്നും വൈകിയാണ് ഈ മനുഷ്യൻ വരുന്നത്. വീട്ടിലേക്കുള്ളൊരു ഇടവഴിയുണ്ട്, കരിയിലകളൊക്കെ മൂടിക്കിടക്കുന്ന ഇടവഴികളിൽ നിശ്ചയമായിട്ടും പാമ്പിൻ്റെ ശല്യമുണ്ട്. എന്നാൽ ആ മനുഷ്യന് പേടിയില്ല. കാരണം ഈ വരുന്ന വഴികളിലൊക്കെ അമ്മ ഇങ്ങനെ ചിരാതുകൾ തെളിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ കെട്ടതോടുകൂടി എൻ്റെ ജീവിതത്തിലെ മുഴുവൻ തിരികളും കെട്ടുപോയെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൻ്റെ ആ ഒരു ജീവിതത്തിലെ ഒരു ചരിത്രം ഉപസംഹരിക്കുമ്പോൾ എന്തൊരു ഭാരമാണ് നമ്മളുള്ളിലേക്ക് വരുന്നത്. ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർന്നു പോകുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ, എന്നേക്കുമായിട്ട് മിഴിപൂട്ടുമ്പോൾ, തിരിച്ചു വരാനാവത്തിൽ അകന്നു പോകുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്ന് ഇരുട്ടിലായത്. ബുദ്ധ മരിക്കുമ്പോൾ അതല്ലേ ആനന്ദം പറഞ്ഞത്, ഞങ്ങളുടെ വെളിച്ചം കെട്ടുപോവുകയാണ്. അപ്പോൾ
തിരുനാളങ്ങളുള്ള മനുഷ്യർ, മെഴുതിരി കണക്കുള്ള മനുഷ്യർ, മറ്റൊരു വാക്കിൽ പറഞ്ഞെന്നാൽ ലുമിനസ് പീപ്പിൾ. പതുക്കെ പതുക്കെ അവരുടെ എണ്ണം കെട്ടുപോകുന്നുണ്ടെന്ന് സംശയം നമുക്ക് വരുന്നു. കുറേ കൂടി ഒരു പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമ്മുടെ ഉള്ളിലെ തീനാളത്തെ കത്തിക്കട്ടെ. രണ്ടാമതായിട്ട് കാറ്റ് പിടിച്ച മനുഷ്യരാണ്. പായ്വഞ്ചി കാറ്റ് പിടിക്കുന്ന കണക്ക്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം തന്നെ കാറ്റാണ് നമുക്കറിയാം. റൂഹ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും കാറ്റെന്ന. ആദ്യയിൽ ജലത്തിന് വിധം ഉണ്ടായ കാറ്റ്. പണ്ട് നമുക്കറിയാം ഈ ജലഗതാഗതങ്ങളൊക്കെ ഈ നാവികരൊക്കെ സഞ്ചരിച്ചിരുന്ന കാറ്റിനെ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ്. അവരാകപ്പാടുള്ളൊരു ധർമ്മം എന്ന് പറയുന്ന കാറ്റിൻ്റെ ഗതിയെ തിരിച്ചറിയുക, അതനുസരിച്ചിട്ട് ഈ കപ്പലിൻ്റെ പായ്മരത്തെ മാറ്റിയും തിരിച്ചുമൊക്കെ കെട്ടുക എന്നുള്ളതാണ്. ഇത് കണക്ക് കാറ്റ് പിടിച്ച ജീവിതമുണ്ട്. ചിലപ്പോഴെങ്കിലും ജീവിതം ഇങ്ങനെ നിശ്ചലമാകുന്നു, ഇങ്ങനെ മനുഷ്യർ വളരെ സ്റ്റില്ലായി പോകുന്നു. ഓരോ നോട്ടങ്ങളിൽ ആ സ്റ്റിൽനെസ് ഉണ്ട്, ഇടപെടലുകളിൽ ആ സ്റ്റിൽനെസ് ഉണ്ട്. എവിടെ വെച്ചിങ്ങനെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി പോവുക, വഴി ഇങ്ങനെ അടഞ്ഞു പോവുക. കാറ്റിനോടൊപ്പം സഞ്ചരിക്കാനുള്ള ക്ഷണം ജിപ്സികളൊക്കെ സഞ്ചരിക്കുന്നത്. അവരെക്കുറിച്ച് പറയുന്നത് അവരെങ്ങോട്ടാണ് പോകുന്നത് നിശ്ചയിക്കുന്ന കാറ്റാന്നാണ് പറയുന്നത്. കാറ്റ് അവരെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിനകത്തൊക്കെ ആ വാക്ക് നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദേശത്തേക്ക് പോകുമ്പോൾ അവരിങ്ങനെ ആലോചിച്ചുറപ്പിച്ച് ആ ദേശത്തേക്ക് പോവുകയല്ല. വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, ആത്മാവ് അവർ നയിച്ചിടത്തേക്ക് അവർ പോയി. അവർക്കൊരു കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ഈ ഹൃദയം നയിക്കുന്നിടത്തേക്കുള്ള സഞ്ചാരമാണ് ഈ കാറ്റിനുള്ള സഞ്ചാരം എന്ന് പറയുക. ഹൃദയം നിങ്ങളെ ചിലയിടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളാവട്ടെ നമ്മുടെ യുക്തി കൊണ്ട് ചില കാര്യങ്ങളെ നിരീക്ഷിച്ചും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് കണക്കുകൂട്ടലുകളിൽ ചില കാര്യങ്ങളിൽ ഭയന്നുമൊക്കെ ആ ഹൃദയ സഞ്ചാരങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. കുറേ കൂടി ഇങ്ങനെ കാറ്റിനിണങ്ങിയ ജീവിതമാവട്ടെ, കാറ്റ് ഓരോരുത്തരുടെയും കൊണ്ടുപോകട്ടെ. അത്തരം ജീവിതങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു ആനന്ദം സ്വയം അനുഭവിക്കാനും കൈമാറാനും പറ്റും എന്നുള്ളതൊക്കെയാണ് അതുമായിട്ട് കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിചാരം. മൂന്നാമതായിട്ട് ഈ മനുഷ്യൻ ലഹരി പിടിച്ച മനുഷ്യർ, ഉന്മത്തരായ മനുഷ്യരാണ്. പീപ്പിൾ ഹു സീംസ് ടു ബി ഇൻടോക്സിക്കേറ്റഡ്, ഇങ്ങനെ വളരെയേറെ ഇങ്ങനെ മത്ത് പിടിച്ച മനുഷ്യരാണ്. ഈ പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ച് അവരുടെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്ന ഇങ്ങനെയാണ്, ഇവർ കുടിച്ചവരെ കണക്കിരിക്കുന്നു. പത്രോസ് ഒരു ചെറിയ ഫലിതത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പത്രോസ് പറയുന്നത് വളരെ പ്രഭാതമാണ്, ഇത്രയും വെളുപ്പിനെ ഒന്നും ആർക്കും മദ്യപിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും. അപ്പം മദ്യപിക്കാതെ ലഹരി പിടിച്ച ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ. മനുഷ്യർ എന്തുകൊണ്ടാണ് ഈ മദ്യപാനത്തിലേക്ക് തിരിയുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. അതൊരു രോഗാതിൻ്റെ കൂടി ഭാഗമാണ്. അതിൽ പൊതുവെ പറയപ്പെടുന്ന ഒരു ചെറിയൊരു കാരണമുണ്ട്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ലഹരി കിട്ടാതെ പോകുമ്പോഴാണ് മനുഷ്യന് കൃത്രിമമായ ലഹരികൾ തരേണ്ടതായിട്ട് വരിക. അപ്പം അവനവൻ ജീവിക്കുന്ന ജീവിതമാണ് ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള മദ്യത്തേക്കാൾ ലഹരി പിടിപ്പിക്കുന്ന മനസ്സിലാവുന്നൊരു ദിവസം വരും. ONVയുടെയൊക്കെ ഒരു കവിതയ്ക്കകത്തുണ്ട്, ഒരു രാത്രി സത്രത്തിൽ ഇങ്ങനെ കുറേ പേര് മദ്യപിച്ചുകൊണ്ടിരിക്കുക. അവരിന്നോളം ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വീര്യമുള്ള ഇങ്ങനെ മദ്യത്തിൻ്റെയൊക്കെ കണക്കും കഥകളും ഒക്കെ പറയുമ്പോൾ ഒരു വഴിയാത്രക്കാരൻ ഇതിന് നടുക്കിരുന്ന് പച്ചവെള്ളം മാത്രം കുടിച്ചിരിപ്പുണ്ട്. അയാളോട് ചോദിച്ചു, ചങ്ങാതി എന്താണ് ഏറ്റവും ലഹരിയുള്ള മദ്യം നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ജീവിതം, പരിപൂർണമായി ജീവിച്ചു തീർത്ത ജീവിതം, അതിനേക്കാൾ ലഹരി തരുന്ന മറ്റൊന്നുമില്ല ചങ്ങാതിമാരെ. ഇങ്ങനെ അവനവൻ്റെ ജീവിതം പരിപൂർണമായിട്ടും ഏകാഗ്രമായിട്ടും ജീവിക്കാൻ പറ്റാതെ പോകുന്ന നിമിഷങ്ങളിലാണ് മനുഷ്യന് അവനെ തന്നെ എലവേറ്റ് ചെയ്യാനായിട്ട് മറ്റു മാർഗ്ഗങ്ങൾ തരേണ്ടതായിട്ട് വരിക. എന്തുമാത്രം വിലപിടിപ്പുള്ള മദ്യങ്ങളൊക്കെ മനുഷ്യർ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ പേടി വരുന്നു. ഇപ്പോൾ ചില മദ്യത്തിൻ്റെയൊക്കെ വിലകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തലകറക്കം വരുന്നു. ഒരു കുപ്പിക്ക് വേണ്ടി കുറച്ച് പേര് ഒരുമിച്ച് കൂടി ചിലവഴിക്കുന്ന, അല്ലെങ്കിൽ ഒരു സന്ധ്യയ്ക്ക് വേണ്ടി കുറച്ച് പേര് ചിലവഴിക്കുന്ന ഒരു പണം ഒക്കെ എടുത്തു കഴിഞ്ഞെന്നാൽ നമ്മുടെയൊക്കെ നാട്ടിലൊരു സാധാരണ കുടുംബത്തിന് ഒരു മാസം മുഴുവൻ മീൻകറിയും കൂടി ചോറ് കഴിക്കാൻ പറ്റും. അത്രയും വിലപിടിപ്പുള്ള കാര്യങ്ങളിൽ മുങ്ങിയിട്ടും പിന്നെയും ഇവർ മുമ്പോട്ട് പോകണില്ല. അവർ വീണ്ടും നമ്മൾ ഈ ബോളൊക്കെ അടിക്കുന്ന കണക്ക് ബൗൺസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ആ ലഹരി കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? അപ്പോൾ അവനവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനകത്ത് ലഹരി കിട്ടിയ മനുഷ്യരുടെ കഥയാണ് ഈ പെന്തക്കോസ്തയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈ മനുഷ്യർ വീഞ്ഞു കുടിച്ചവരെ കണക്കായിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്ന് മറ്റൊരു സംഭവം എടുത്ത് വായിക്കേണ്ടത്. എന്താണത്? യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്താണ്? വെള്ളം വീഞ്ഞായി. വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ നോർമൽ ലൈഫാണ്. അവനവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ധ്യാനപൂർവ്വം തൊടാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥനാപൂർവ്വം തൊടാൻ പറ്റുമെങ്കിൽ, ഏകാഗ്രമായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ അതിങ്ങനെ ചുമന്ന് വരും, തുടുത്തു വരും. യേശു വെള്ളം വീഞ്ഞാക്കിനെ കുറിച്ചൊക്കെ അങ്ങനെയാണ് കവി എഴുതിയിരിക്കുന്നത്. അവനിങ്ങനെ വെള്ളത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഇങ്ങനെ ബ്ലഷ് ചെയ്തു, നാണം കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ഭംഗിയുള്ളതാക്കാൻ പറ്റും, ലഹരിയുള്ളതാക്കാൻ പറ്റും.
അതിന് അധികം അനുഭവങ്ങളൊന്നും തേടേണ്ട കാര്യമില്ല. ഇത് ആ മഴ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയത്ത് ഈ സന്ധ്യകളിലൊക്കെ നിന്ന് പാടത്ത് നിന്ന് കളച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ പറയുന്നു ആ സന്ധ്യ വൈകിയില്ല വരമ്പത്തേക്ക് വാ, അയാൾക്ക് പറ്റണില്ല. അയാൾ പറയുന്നു ഇത്തിരി കൂടി കഴിയട്ടെ. കാരണം ഈ കളച്ചുകൊണ്ടിരിക്കുന്ന പാടം അയാൾക്ക് ലഹരി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടിലുറങ്ങുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ലഹരി കൊടുക്കുന്നുണ്ട്. അമ്മയായി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതം സംഭവിക്കുന്ന വ്യത്യാസം അങ്ങനെ എന്തുമാത്രം. അല്ലെങ്കിൽ പ്രണയത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, എല്ലാം അയാൾക്ക് പുതിയ അനുഭൂതി ഇല്ല, പുതിയ വെളിച്ചത്തിലാണ്. ഈ കാണുന്ന പച്ചയ്ക്ക് പോലും ആ പ്രണയത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നോക്കുമ്പോൾ എന്തുമാത്രം വലിയ പച്ചപ്പ. ഈ ഇരുട്ടിനേക്കാൾ ഇരുട്ടെന്നോ വെളിച്ചത്തെക്കാളും വെളിച്ചെന്നൊക്കെ പറഞ്ഞാൽ പച്ചയേക്കാൾ വലിയ പച്ചയാക്കി തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ലഹരി പിടിച്ചൊരു ജീവിതമുണ്ട്. നോർമൽ ആയൊരു ലൈഫ് കുറേ കഴിയുമ്പോൾ മടുപ്പിക്കും. നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നോർമലായ ലൈഫാണ്. ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേതോ ദിവസത്തിൻ്റെ സിറോസ്കോപ്പി. പുതിയതായിട്ട് എന്താ സംഭവിക്കുന്നത്? പക്ഷേ ഒന്നും സംഭവിക്കാത്ത, പുതുതായിട്ടൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഈ ജീവിതത്തെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്നേഹാംശം കടന്നു വരുമ്പോൾ, സ്നേഹാരൂപി കടന്നു വരുമ്പോൾ അതിങ്ങനെ വീഞ്ഞായിട്ട് മാറും. അപ്പോൾ അരൂപിയിൽ കീഴ്പ്പെട്ട മനുഷ്യരെന്ന് പറയുന്നത്, അവരെ തിരിച്ചറിയാനായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 3 കാര്യങ്ങളാണ്. 1, ഈ മനുഷ്യൻ കത്തനുണ്ടോ? 2, ഈ മനുഷ്യൻ മറ്റേതെങ്കിലും പ്രചോദനത്തിലാണോ ചലിക്കുന്നത്? കാറ്റിൽ ഒരു പായ്മരം കണക്കാണോ അയാൾ പോകുന്നത്? 3, ഈ മനുഷ്യൻ എന്തുമാത്രം ലഹരിയിലാണ് ജീവിക്കുന്നത്, എന്തുമാത്രം സ്നേഹം നൽകുന്ന പുതിയ ലഹരിയിൽ അയാൾ ജീവിക്കുക. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ടീഷർട്ടിൽ കണ്ടത് കണക്ക് ഗോഡ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റിംഗ് ദാൻ ഡ്രഗ്സ്. ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു ചെറുപ്പക്കാരനാണ്. കുറേ കാലം അയാളിങ്ങനെ ലഹരിയുടെ അടിമയായിരുന്നു. ഇപ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ദൈവാനുഭവത്തിനും ദൈവവാക്കിനുമൊക്കെ ഈ ലഹരിയേക്കാൾ ലഹരിയുണ്ട്. ഗോഡ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റിംഗ് ദാൻ ഡ്രഗ്സ്. ഒരിക്കൽ ട്രെയിൻ യാത്രയിൽ വളരെയേറെ കുലീനമായിട്ട് ഇടപെടുന്ന, ഒരു പക്ഷേ ഈ നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണകളിലൊക്കെ നമ്മൾ ചില മനുഷ്യർ അസസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് അധ്യാപനം തോന്നിക്കുന്ന ഒരു മനുഷ്യരോട് ഞാൻ ചോദിച്ചു, വല്ലതും പഠിപ്പിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ചങ്ങനാശ്ശേരി ഇങ്ങനെ മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളിയാണ്. എന്നിട്ട് പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ ഇടപെടലുകൊണ്ടായിരിക്കാം പലരും എന്നെ അധ്യാപനമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മാറ്റിയത് നിങ്ങളുടെ അച്ഛനാണ്. അതിൻ്റെ പേരും പറഞ്ഞു. പേര് ഒരുപക്ഷെ കുറച്ച് പരിചയമുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളട്ടെ, തോമസ് തുമ്പെ പറമ്പൻ മരിച്ചുപോയി ഞങ്ങളുടെ അച്ഛനാണ്. ഇത് പറഞ്ഞു, അദ്ദേഹം എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ഞാൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ മദ്യപിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഈ അച്ഛൻ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊരു മമതയുണ്ട്, അദ്ദേഹം എൻ്റെ തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു, എടാ, ഞാൻ നിന്നെ കാശ് കൊടുക്കാതെയും കള്ള് കുടിക്കാതെയും പൂസാകുന്ന പണി പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അതെനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. എന്ത് ചെയ്യാനും, നാളെ ഈ കെട്ടൊക്കെ കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ കുളിച്ചിട്ടൊന്ന് പള്ളിയിലേക്ക് വാ. അങ്ങനെ അദ്ദേഹം എന്നെ ഈ കാശ് കൊടുക്കാതെയും കള്ള് കുടിക്കാതെയും പൂസാകുന്ന ജീവിതം പഠിപ്പിച്ചു. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് കുറേ കൂടി കുലീനതയും ശ്രേഷ്ഠതയൊക്കെ കണ്ടെത്താൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിലപിടിപ്പുള്ള ഏത് മദ്യത്തെക്കാളും ഭംഗിയുള്ള ജീവിതമാണ് എല്ലാ അർത്ഥത്തിലുള്ള ജീവിതം. അതിൻ്റെ സന്തോഷവും അതിൻ്റെ നേട്ടങ്ങളും മാത്രമല്ല, അതിൻ്റെ ദുഃഖങ്ങളും കൂടി ചേർന്നാൽ. ദുഃഖങ്ങൾ കൂടി ഇല്ലാതെങ്കിൽ എന്നാ ചെയ്തേനെ? ദുഃഖങ്ങളില്ലാത്ത ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ചലച്ചിത്രം കാണുന്ന കണക്കാണ്. നമ്മൾ രണ്ടാമത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നൊരു ചിത്രം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വിളിക്കുന്ന പറയുന്ന ചിത്രത്തിനകത്ത് നിശ്ചയമായിട്ടും ഒരു ദുഃഖത്തിൻ്റെ നൂലുര ഉണ്ടാകും. വിജയകരമെന്ന് നിങ്ങൾ കരുതുന്ന ചിത്രങ്ങൾ പോലും ആ മീതെ ഇങ്ങനെ നമ്മൾ ഈ ഷേവിങ് റൈസിന് പുറത്ത് സോപ്പ് പത വെക്കുന്ന കണക്ക് കുറച്ച് അതിന് മീതെ ചില പതപ്പുകളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായ ദുഃഖത്തിൻ്റെ കഥ. അപ്പോൾ ഈ ദുഃഖം കൂടി ചേർന്നിട്ടാണ് ജീവിതത്തിന് ഇത്രയും മൂർച്ചയുള്ള, ഇത്രയും ആഴമുള്ള ലഹരി കൊടുത്തത്. പിന്നെ ഇവരെക്കുറിച്ച് ആ ആൾക്കൂട്ടം കൊടുത്തൊരു സാക്ഷ്യം കൂടി കണ്ടിട്ട് നമുക്ക് ഈ പെന്തക്കോസ്ത വിചാരം അവസാനിപ്പിക്കാം. ആൾക്കൂട്ടം ഇവരെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഷയിലാണ്, എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയപ്പെടുത്താൻ കിട്ടുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഭാഷ്യമനുസരിച്ചിട്ട് ഭൂമിയിലെമ്പാടുമുള്ള എല്ലാ ഭാഷയിലുള്ള മനുഷ്യരാണ് ജെറുസലേമിൽ ഉണ്ടായിരുന്ന പറയുന്നത്. അവർക്കൊക്കെ ഈ പാവപ്പെട്ട മുക്കുവരുടെ നാട്ടുഭാഷ മനസ്സിലായി. പലപ്പോഴും ഈ അരികുകളിൽ ജീവിക്കുന്ന മനുഷ്യർ, ഈ വിളിമ്പി ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ പരിഹസിക്കുന്നത് അവരുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട. ഞാൻ കടപ്പുറത്തുനിന്നുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ട് കുറച്ച് കിഴക്കോട്ടൊക്കെ പോകുമ്പോൾ ഈ കടപ്പുറത്തുള്ള ഭാഷ എന്ന് പറയുന്നത് മറ്റുള്ളവർ ചിരിക്ക് കാണുന്നതായിട്ട് ഞാൻ കാണുന്നു. മുമ്പേനൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ അവരുപയോഗിക്കാത്ത ഭാഷകൾ പോലും എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിനായിട്ട് കടാപ്പുറം എന്ന് പറഞ്ഞൊരു വാക്ക് കടപ്പുറത്തുള്ള ആരും ഇന്നോളം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എവിടെ സിനിമയിലൊക്കെ ഒരു കടപ്പുറം ചിത്രീകരിക്കുമ്പോൾ ഇപ്പോഴും ആ കടപ്പുറത്തുള്ളവർ സംസാരിക്കുന്ന ഭാഷയ്ക്കകത്ത് ആ നീട്ടമുണ്ട്, കടാപ്പുറം. അപ്പോൾ ഇപ്പോഴും ഈ വിളിമ്പി ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഷയ്ക്കകത്ത് നമ്മൾ ആവശ്യത്തിലേറെ ഫലിതം കണ്ടെത്തുന്നുണ്ട്, പരിഹാസം കണ്ടെത്തുന്നുണ്ട്. പത്രോസിനെ ആ ജെറുസലേമിൽ വെച്ച് ആ സ്ത്രീ തിരിച്ചറിയുന്ന, പരിചാരികയായ സ്ത്രീ തിരിച്ചറിയുന്ന പോലെ അവൻ്റെ ഭാഷ കൊണ്ടെന്നൊക്കെയുള്ള കൗതുകരമായ നിരീക്ഷണങ്ങളുണ്ട്.
നീ ആ യഹൂദനോടൊപ്പം ഉണ്ടായിരുന്നു, നസ്രായക്കാരനുണ്ടായിരുന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാനില്ല, ഞാൻ ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ ഞാനില്ലെന്ന് അയാൾ പറയുന്നത് കൃത്യമായ ഗലീലക്കാരുടെ ഭാഷയിലാണ്. സ്വാഭാവികമായിട്ട് അയാൾ പറയുന്ന കാര്യം വിശ്വസിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. വീണ്ടും വീണ്ടും ചോദിക്കുന്നതനുസരിച്ചിട്ട് അയാളുടെ ദേശത്തിൻ്റെ ഭാഷയിലാണ് താൻ അല്ല എന്ന് പറയുന്നത്. അങ്ങനെ അയാൾ ട്രേസ് ചെയ്യപ്പെടുന്ന പറയുന്നത്. അപ്പോൾ ഒരു നഗരത്തിൽ ഒരു ഗ്രാമീണൻ്റെ ഭാഷ കണ്ടെത്തപ്പെടുന്നുണ്ട്. അയാളുടെ ഭാഷയ്ക്ക് ഈ ക്ലാസിക് എന്ന് പറയുന്ന സ്വഭാവമില്ല. അങ്ങനെ ഒരു തരത്തിലും ക്ലാസിക് അല്ലാത്ത ഭാഷ സംസാരിക്കാത്ത ഇപ്പോഴും അപഹസിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ഭാഷയിൽ നിന്ന് കുറേ പാവപ്പെട്ട മനുഷ്യർ സംസാരിച്ചു തുടങ്ങുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ഭാഷയ്ക്കും പിടുത്തം കിട്ടുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇതാണ് ഈ അരൂപിലുള്ള ജീവിതത്തിൻ്റെ വലിയൊരു അടയാളം. ഇങ്ങനെ മനുഷ്യർക്ക് ആ പുതിയ ഭാഷകളിൽ സംസാരിക്കാനായിട്ട് പറ്റുന്നു. പുതിയ ഭാഷ, എല്ലാ ഭാഷകളും എല്ലാവർക്കും മനസ്സിലാകും. ഭാഷയ്ക്ക് ഈ വാക്ക് പോലും വേണ്ട. എൻ്റെ ഒരു സ്നേഹിത അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞ കണക്കാണ്, എനിക്ക് വിയർക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പോയി ഫാൻ ഓൺ ചെയ്യും. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അപ്പം ഇങ്ങനെ സംവേദനത്തിന് വിളിക്കുന്ന വാക്കാണ് ഭാഷ എന്ന് പറയുന്നത്. ലോകത്തിലുള്ള മുഴുവൻ ദുരന്തങ്ങൾ സംഭവിച്ച ഈ ഭാഷയുടെ ദുരന്തങ്ങൾ കൊണ്ടാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞ ഭാഷയല്ല വേറൊരാൾക്ക് കിട്ടുന്നത്. എന്തുമാത്രം ദുരന്തങ്ങളാണ്. കടൽപ്പാലവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തൊക്കെ കേൾക്കുന്നൊരു കഥ കണക്കാണ്. കടൽപ്പാലത്തിലേക്ക് ദൂരെ നിന്ന് വലിയ കപ്പലുകൾ വരും, അപൂർവമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തീരത്തുള്ളവർക്ക് വലിയ ആഘോഷമാണ്. അവരിങ്ങനെ ഈ കപ്പലിനെ സ്വീകരിക്കാൻ വേണ്ടി കടൽപ്പാലത്തിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു ഗതികേട് കൊണ്ട് ഈ കപ്പലിൻ്റെ നിയന്ത്രണം വിട്ടുപോയി. കപ്പൽ ഇങ്ങനെ കടൽപ്പാലത്തിലേക്ക് ഇടിച്ചു തകർക്കാൻ പറ്റുന്ന വേഗത്തിൽ കുരിച്ച് വരിക, ലക്ഷ്യം തെറ്റി വരിക. കപ്പിത്താൻ പാനിക്കായി ആ കാപ്പാടറിയാവുന്നൊരു വഴി സൈറനിടുക. പിന്നെ അയാളിങ്ങനെ തൻ്റെ ഉടുപ്പ് ഊരിയിട്ട് ഇങ്ങനെ ചുഴറ്റി കാണിച്ചു കൊടുത്തു. നാവികരുമൊക്കെ അതിനെ പാനിക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ചുഴറ്റി കാണിക്കുക. പാവപ്പെട്ട ഗ്രാമവാസികൾ വിചാരിച്ചു അത് ഇവിടേക്ക് എത്തുന്നതിൻ്റെ സന്തോഷം കൊണ്ട് അവർ കാട്ടുന്നതാണെന്ന് ഓർത്തിട്ട് അവരും അവരുടെ ഷർട്ട് ഉരിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ കുറേ അധികം പേരുടെ ഇത്തരം പ്രത്യാഘാതങ്ങൾക്കിടയിൽ ആ ദുരന്തം സംഭവിച്ചു. അറിയപ്പെടാതെ പോകുന്ന ഭാഷ, പരാവർത്തനം ചെയ്യപ്പെടാവുന്ന ഭാഷ, തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഭാഷ, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഭാഷയൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം. ഹിരോഷിമയും നാഗസാക്കിയുമായിട്ട് ബന്ധപ്പെട്ട് പോലും നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അമേരിക്കൻ ജനറൽ ജപ്പാനിലെ ചക്രവർത്തിക്ക് സന്ദേശം അയക്കുന്നു. ആ ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്തൊരു അപാകത പറ്റി, ആ ടോണിന് പറ്റിയൊരു അപാകത. വാക്കൊന്ന് തന്നെ, പക്ഷേ ആ വാക്ക് വേറൊരു രീതിയിൽ പരാവർത്തനം ചെയ്തിരുന്നെങ്കിൽ അത് കുറേ കൂടി ഹൃദ്യമായേനെ, കുറേ കൂടി സമവായങ്ങളുണ്ടായേനെ. പകരം ഈ പരാവർത്തനം ചെയ്തയാൾ പരാവർത്തനം ചെയ്തപ്പോൾ അത് വലിയ ധാർഷ്ട്യത്തിൻ്റെ വാക്കായി. അഭ്യർത്ഥനയോ സൂചനയോ സമവായമോ ഒക്കെ ആവശ്യപ്പെടുന്നൊരു വാക്കിനകത്ത് ധാർഷ്ട്യത്തിൻ്റെ സൂചന വന്നപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ഈ കത്തിന്, ഈ ഒരു ദൂതിന് ഉത്തരവർഹിക്കുന്നില്ല. അത് വന്ന് അവസാനിക്കുന്നത് 1 മിനിറ്റിൽ 1,00,000-ഓളം ഒരു കൊല്ലപ്പെട്ട ഹിരോഷിമ നാഗസാക്കി അനുഭവത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അറിയപ്പെടാതെ പോകുന്ന ഭാഷ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന എന്താണ്? വീടിൻ്റെ ശരിയായ പ്രശ്നം എന്താണ്? വളരെ സിമ്പിളായ കാര്യമാണ്. കുട്ടി പറയുന്നു, അപ്പൻ എന്നെ പിടുത്തം കിട്ടുന്നില്ല. അവൾ പറയുന്നു, നിങ്ങൾക്കെന്നെ പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ കുറേ കൂടി മനുഷ്യനെ പിടുത്തം കിട്ടണമെങ്കിൽ ആ ഒരു പുതിയ ഭാഷ ആവശ്യമുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന പുതിയ ഭാഷ. അത് നമുക്കത്ര എളുപ്പമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ടത് കണ്ടെത്തുക എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എല്ലാവരുടെയും ഭാഷ മനസ്സിലാകുന്നൊരു കാലം വരും. അന്ന് തിരുനാളങ്ങൾ കത്തുന്ന മനുഷ്യർ, ആത്മാവിൻ്റെ കാറ്റിൽ പായ്വഞ്ചി കണക്ക് ജീവിക്കുന്ന മനുഷ്യർ, അവർ ലഹരി പിടിച്ചവരെ കണക്ക് ഈ ഭൂമിയുടെ മീതെ ആനന്ദ നൃത്തം ചവിട്ടും. ആമേൻ.